ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെക്സിക്കോയിലെത്തുന്ന യാത്രാ വിവരങ്ങളായിരുന്നു പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ മെക്സിക്കോയിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനായ എസ്കറേറ്റ് എക്കോ തീം പാർക്കിൻ്റെ വിശേഷങ്ങൾ കാണാം. ഈ എസ്കറേറ്റ് എന്ന് പറയുന്നത് ഈ മെക്സിക്കോയിൽ തന്നെ വലിയ ഒരു ഗ്രൂപ്പാണ്. അവർക്ക് തന്നെ 3 ഹോട്ടൽസ് ഉണ്ട്, എക്കോ തീം പാർക്സ് ഉണ്ട്, വാട്ടർ തീം പാർക്സ് ഉണ്ട്. അങ്ങനെ ധാരാളം ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട് ഇവരുടെ കീഴിൽ. അപ്പം ഞങ്ങൾ അവരുടെ വൺ ഓഫ് ദ ഹോട്ടൽസിലാണ് നിൽക്കുന്നത്. ആ ഹോട്ടലിനോടടുത്ത് തന്നെ ഇവരുടെ എക്കോ തീം പാർക്കും ഉണ്ട്. ഇതൊരു വലിയ പാർക്കാണ്. അപ്പോൾ അവിടേക്ക് കയറണമെങ്കിൽ നമുക്കിതാ ഈ ബാൻഡൊക്കെ കിട്ടിത്തരും. ഇത് നമ്മുടെ ഹോട്ടലിലെ ബാൻഡും. ഇത് അത്യാവശ്യം വലിയതായതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ ഞങ്ങൾക്ക് വഴി തെറ്റി. പിന്നെ നമ്മൾ അവിടെ കണ്ട ഒരു പുള്ളി നമുക്ക് കറക്റ്റ് വഴി പറഞ്ഞു തരുമായിരുന്നു. അപ്പം നമ്മൾ ഈ പോകുന്നതാണ് ഹോട്ടലിൽ നിന്നുള്ള എൻട്രൻസ്. ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് ഈ പാർക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ പിങ്ക് ഫ്ലെമിംഗോസ് കാണണമെന്ന്. ആ ആഗ്രഹം സാധിച്ച സന്തോഷത്തിലാണ് ഞാനിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് അത്യാവശ്യം വലിയൊരു പാർക്കാണ്. നടന്ന് നമ്മുടെ ഉപ്പാട് വരും. ഞങ്ങൾ ആ പാർക്കിൽ രാവിലെ ഏകദേശം 9 മണിക്ക് കയറിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഒരു 2:30 എന്ന് വെച്ചാൽ നമുക്ക് അത്രയും നടന്ന് കാണാനുള്ളതുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു അക്വേറിയം പോലെ അവർ സെറ്റ് ചെയ്തേക്കാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ ഒരു അക്വേറിയം ഏറ്റവും എൻജോയ് ചെയ്തത് റിജോ തന്നെയാണ്. കാരണം റിജോയ്ക്ക് ഈ മീനുകളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെറൈറ്റി ഓഫ് മീൻ കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും മീൻ പിടിക്കാനും ഇതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അക്വേറിയത്തിൽ ടൈം സ്പെൻഡ് ചെയ്തു. നല്ല ഭംഗിയില്ലേ എല്ലാം കാണാൻ? ആ കളറും ആ മീനുകളും എല്ലാം ഇങ്ങനെ നടക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ? അവിടെ ഒരു ഫോട്ടോ സെറ്റപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ കാണുന്നതാണ് ഈ ഷാർക്കിൻ്റെ കുളം. അത് കൂടാതെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ഷാർക്കിനെ കാണാനുള്ള ഫെസിലിറ്റീസും അവർ ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഷാർക്കിനെയൊക്കെ കണ്ട് സമയം ചെലവഴിച്ചപ്പോഴത്തേക്ക് അടുത്ത വമ്പന്മാർ ഈ ഡോൾഫിൻ കുട്ടന്മാർ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇവരുടെ ആക്ടിവിറ്റീസ് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. ഇതിൽ ഈ ഡോൾഫിൻ തള്ളിക്കൊണ്ട് പോവുക ആ പുള്ളിക്കാരനെ. അങ്ങനെ ഈ കാഴ്ചകൾ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ അടുത്തതിലോട്ട് ഞങ്ങൾ പോയപ്പം കുറച്ച് ആമക്കുട്ടന്മാർ. പല സൈസുകളിലുള്ള ആമകളായിരുന്നു, ചെറുതും വലിയതുമായിട്ടുള്ളത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ വലിപ്പം കാണുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇത് നേരിട്ട് കാണാൻ അത്യാവശ്യം നല്ല വലുതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജാഗ്വാസിനെയും പ്യൂമസിനെയും തപ്പി ഇറങ്ങി. അവരവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റിയ വലിയ ഭാഗ്യമെന്ന്. കാരണം അവർ പുതിയതാണിവിടെ, അതുകൊണ്ട് തന്നെ അവരങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലായിരുന്നു. അടുത്ത ഏരിയ എന്ന് പറയുന്നത് അവരുടെ ട്രൈബായ മായൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അവരുടെ ഓരോ കാര്യങ്ങളും അവരുടെ ഓരോ എക്യുപ്മെൻറ്റ്സും അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു മായൻ വില്ലേജ് എന്ന് പറഞ്ഞൊരു സംഭവം. ഞങ്ങൾ അത്യാവശ്യം നടന്നൊരു പരുവായി. അപ്പോഴാണ് അവിടെ ഒരു ചർച്ച് കണ്ടത്. നേരെ അവിടെ പോയിരുന്നു കുറച്ച് നേരം സമാധാനത്തോടെ ഇരുന്നു. പിന്നെ ഇത് അവിടുത്തെ ഒരു ഷോപ്പായിരുന്നു. കുഞ്ഞു കുഞ്ഞു പീസസും കുഞ്ഞു കുഞ്ഞു ഷോ പീസസും ഒക്കെ ആയിട്ട് ഒരു ഷോപ്പ്. നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ? പിന്നെ ഇതാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ. ഇത് സത്യം പറഞ്ഞാൽ ഇത് സെമിത്തേരിയാണ്. ഈ മായൻസിനെ അടക്കിയ സെമിത്തേരികൾ ഇത് കണ്ടില്ലേ, അതൊക്കെ പണിത് വെച്ചേക്കുന്നത് എല്ലാം അവരവരുടെ ഇഷ്ടത്തോടെ എന്ന് വെച്ചാൽ ഈ മരിച്ച ആൾക്കാരുടെ ഇൻട്രസ്റ്റ് മുഖാന്തരം ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ സെമിത്തേരികൾ. ഇത് കണ്ടില്ലേ, ബോട്ടിൽസ്, മറ്റേ കൊറോണ ബോട്ടിൽസിൻ്റെ ക്യാപ്പൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇത് കണ്ടില്ലേ, നമുക്ക് ക്യാമറാസ് ഒന്നും ഇല്ലെങ്കിലും പേടിക്കണ്ട. ഇതുപോലെ അവർ ഓരോ സ്പോട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ ഇരുന്ന് നമ്മുടെ കൈ തന്ന ബാൻഡ് അവിടെ സ്കാൻ ചെയ്ത് നമ്മുടെ ഫോട്ടോസ് അവരെടുക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കൊണ്ടുപോയി പേ ചെയ്ത് ഈ ഫോട്ടോസ് നമുക്ക് മേടിക്കാൻ പറ്റും.
പിന്നെ ഞങ്ങൾ ലാസ്റ്റ് പോയത് ബേർഡ് സാങ്ച്വറിയിലേക്കാണ്. അവിടെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബേർഡ്സും അവർ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളും ആ ഒരു രീതിയിലൊക്കെയാണ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2-2:30 അപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി വന്നു. നമ്മുടെ ഹോട്ടലിൽ നിന്നൊരു 5 മിനിറ്റ്സേ ഉള്ളൂ ഈ എക്കോ പാർക്കിലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് നേരെ ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു നൈറ്റ് പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് റെഡിയായി. വൈകിട്ട് അവരുടെ കൾച്ചറൽ പ്രോഗ്രാമാണ്. നമ്മുടെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ്സ് വാക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് നടന്ന് അവരുടെ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് നമ്മൾ പോയി. ആ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ ഇതിനകത്തൂടെ കാണാൻ പോകുന്നത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നേരം വരെ ബായ്.